ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം നേരുകയാണ്. ഇന്ന് വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ 16-ാം തീയതിയിലെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത് ഏറ്റവും നമുക്കൊരു സന്തോഷ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ്. US ഇറാൻ ഡീൽ എന്ന തലക്കെട്ടിൽ കരാറിന് അംഗീകാരം എന്ന ഹെഡ്ലൈനോടുകൂടി ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ട് നമ്മളേവരെയും ആശങ്കയോടെ വീക്ഷിക്കുന്ന ഏകദേശം 100 ദിനങ്ങളോളമായി പശ്ചിമേഷ്യയിലെ ഇറാനും US-ഉം ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങൾ, ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നമ്മളൊക്കെ ഭയാനകരപരമായി അതല്ലെങ്കിൽ അതീവ ആശങ്കയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു യുദ്ധം അതിന് കരാറായി എന്ന തലക്കെട്ടിലാണ്. അത് യുദ്ധം അവസാനിച്ചതായി കണക്കാക്കാൻ വേണ്ടിയുള്ള കരാറായി എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ലെബനനിൽ ഉൾപ്പെടെ യുദ്ധം അവസാനിക്കും. ഇറാനെതിരായ എണ്ണ നാവിക ഉപരോധം നീക്കും. ഹോർമുസ് കടലിടുക്ക് തുറക്കും. വഴിത്തിരിവെന്ന് ട്രംപ്, അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ന്യൂയോർക്ക്, ടെഹ്റാൻ. 100 ദിനത്തിലേറെയായി നീണ്ടുനിന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തിന് വിരാമമിട്ട് സമാധാന കരാറിന് അന്തിമ രൂപമായി. ലെബനനിൽ ഉൾപ്പെടെ അമേരിക്കയും ഇസ്രായേലും തുടരുന്ന സൈനിക നടപടി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന യുദ്ധവിരാമ കരാറിനാണ് ഇരു രാജ്യങ്ങളും തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ മാസം 19-ന് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുമെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഒപ്പുവെക്കും മുമ്പ് തന്നെ കരാറിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തി തുടങ്ങും. 6 മാസത്തെ ചർച്ചാ കാലാവധിയാണ് കരാറിന്മേൽ വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇരുപക്ഷവും സ്വീകരിക്കുന്ന നടപടികളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്തിമ കരാറിൽ ഒപ്പുവെക്കുക. ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിക്കുക, ഉപരോധം പിൻവലിക്കുക, മരവിപ്പിച്ച ഇറാന്റെ ആസ്തി വിട്ടു നൽകുക, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക തുടങ്ങിയ നിർണായക വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് കരാർ. ഇറാന്റെ ആണവോർജ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും കരാറിൽ വ്യവസ്ഥയുണ്ട്. കരാറിനെ വഴിത്തിരിവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. കരാർ അന്തിമമായെന്ന് ഇറാനും സ്ഥിരീകരിച്ചു. അതേസമയം ഭരണഘടനാ സംവിധാനങ്ങളുടെ അനുമതി കൂടി ലഭിക്കാനുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. കരാറിന് അന്തിമ രൂപമായെന്നും 24 മണിക്കൂറിനകം കരാറിൽ ഇലക്ട്രോണിക് സൈനിങ് നടക്കുമെന്നും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ നീക്കം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം ലോക നേതാക്കൾ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി. അതേസമയം തങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള കരാർ അംഗീകരിക്കില്ലെന്ന് നിലപാടുമായി ഇസ്രായേൽ രംഗത്തെത്തി. ലെബനാനിലെ സൈനിക നടപടിയിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന പരാജയമാണ് US ഇറാൻ കരാറെന്ന് ബ്ലൂ ആൻഡ് വൈറ്റ് പാർട്ടി തലവൻ ബെന്നി ഗ്രാൻസ് പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലൂടെ 2026 ഫെബ്രുവരി 28-നാണ് US ഇറാൻ യുദ്ധം ആരംഭിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ചതോടെയാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ അതീവ സന്തോഷകരമായിട്ടാണ് നമുക്ക് തോന്നിയത്. 100 ദിനങ്ങളോളം നീണ്ടുനിന്ന US ഇറാൻ യുദ്ധത്തിന് അവസാനമായി അതിനൊരു സമാധാന കരാർ നിലവിൽ വന്നതായി ഇരു രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നത്. നമ്മളേവരും ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്ന
ഒരു വിഷയമായിരുന്നു ഈ ഒരു യുദ്ധം. ഇത് US ഇറാൻ യുദ്ധം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവശ്യ സാധനങ്ങൾ, നമുക്ക് പെട്രോൾ ഡീസൽ വില വർധനവും മറ്റു കാര്യങ്ങളും, എല്ലാ പാചക ഗ്യാസിൻ്റെ വില വർധനയൊക്കെ വരാൻ കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ഹോർമൂസ് കടലിടുക്കിലൂടെ നമുക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കടത്തിവിടാനുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെയായിരുന്നു. ഏതായാലും അതൊക്കെ പര്യവസാനിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ അധിവസിക്കുന്ന ഒരു ആളെന്നുള്ള നിലക്ക്, ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഇതുപോലുള്ള റിപ്പോർട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതീവ സന്തോഷമാണ്. ലോക സമാധാനം ഉണ്ടാവട്ടെ. സംഘർഷങ്ങളല്ല നമുക്ക് വേണ്ടത്, സമാധാനമാണ് വേണ്ടത് എന്ന ആ ഒരു പുണ്യമായ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം നല്ല നിലയിലാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, മാസ്സലാമ.